ഹായ് ഹലോ ട്രേഡേഴ്സ്. അപ്പോൾ എല്ലാ ട്രേഡേഴ്സും എല്ലാ ദിവസവും പ്രോഫിറ്റ് ആവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥന. അപ്പോൾ നമുക്ക് ഒരു ട്രേഡിൽ 100% പ്രോഫിറ്റ് ആക്കാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റി വരും. അതിന് നമുക്ക് സഹായിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് പ്രോ ലെവലുള്ള ഇൻഡിക്കേറ്റേഴ്സ്. നമ്മൾ ഒരു ചാർട്ടിൽ സാധാരണ ചാർട്ടുകൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അതല്ലാണ്ട് പ്രോ ലെവൽ ഇൻഡിക്കേറ്റർ, അതായത് ഒരു ചാർട്ട് എന്തൊക്കെയാണ് മുൻകൂട്ടി കാണിച്ചു തരാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സെല്ലെടുക്കാം, ഒരു കൺഫർമേഷൻ, എല്ലാ കാര്യങ്ങളും നോക്കി. ഇപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത് സ്മാർട്ട് മണി കൺസെപ്റ്റ് പ്ലസ് വോളിയം പ്രഷർ കൺഫർമേഷൻ ലോജിക്ക്, പിന്നെ റിജക്ഷൻ ക്യാൻഡിൽ, പിന്നെ CPR കൺഫർമേഷൻ, പിന്നെ ട്രെൻഡ് അലൈൻമെൻറ്റ് അസോസിയേറ്റ്, പിന്നെ വോളിയം പ്രഷർ അനലൈസ്, ലിക്വിഡിറ്റി SIP, SOS, FPG, അങ്ങനെ RSI, മൊമെൻറ്റം, BWAP, EMA, മൈക്രോ ഫിൽറ്റർ, പിന്നെ CPR കൺഫർമേഷൻ, പിന്നെ ഡിമാൻഡ് സപ്ലൈ കൺഫർമേഷൻ, സപ്പോർട്ട് റെസിസ്റ്റൻസ്. ഇതെല്ലാം കൂടി ചേർന്നാണ് ഒരു ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് നമ്മുടെ ചാർട്ടിൽ അപ്ലൈ ചെയ്തൊരു ഇൻഡിക്കേറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സമയമാകുമ്പോൾ ഒരു എൻട്രി നമുക്ക് ഇൻഡിക്കേറ്ററിനെ കാണിച്ചു തരും. അതിനെ എവിടെ നിൽക്കാം എന്നുള്ളത് നമുക്ക് തീരുമാനത്തിൽ എത്താൻ ഇൻഡിക്കേറ്റർ സഹായിക്കും. നമുക്ക് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് നോക്കാം, നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ എടുത്തു, നമുക്ക് ഒരുപാട് ഇൻഡിക്കേറ്ററിലേക്ക് വന്നു അല്ലേ. ഇവിടെ ഇപ്പോൾ ഇവിടെ ഒരു എൻട്രി കാണിക്കുന്നുണ്ട്, ഇവിടെ 2 TP, 3 TP കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഡിമാൻഡ് സോണിൽ നിന്നാണ് ഇത്രയും വലിയ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തത്. നമുക്ക് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത്രയും പറഞ്ഞ പാരാമീറ്റേഴ്സ് എല്ലാം ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് എൻട്രി കൺഫർമേഷൻ ആയിട്ട് എടുക്കാം. നമ്മൾ ഇൻഡിക്കേറ്റർ കാണിച്ചു. ഇപ്പോൾ തന്നെ ഇത്രയും വലിയൊരു ക്യാൻഡിൽ ഇവിടെ ഫോമായി. ഇപ്പോൾ ഡിമാൻഡ് സോണിൽ നിന്ന് നേരെ പോയി അവിടെ നിന്നൊരു റീട്രേസ്മെൻറ്റ് വന്നു, FPG ലെവലിലേക്ക് വന്നു, അതായത് ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വന്നു. അതായത് ഇവിടത്തോളം വരെ എത്തി, നമ്മൾ ഇവിടത്തോളം വരെ എത്തി. ഇവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് കയറിയപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് കയറി അവിടെ നിന്ന് ഒരു ബൈക്ക് ഫോം ചെയ്തപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഒരു ബൈ എടുത്തത്. കറക്റ്റ് ഒരു മിനിറ്റ് പറയാം, കറക്റ്റ് നമ്മൾ കണ്ട കറക്റ്റ് നമുക്ക് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അവിടെ നിന്ന് ഒരു ബൈ കിട്ടിയപ്പോൾ കറക്റ്റ് ഒരു ബൈ എടുത്തു. എൻട്രി പോയിന്റ് ഉണ്ടല്ലേ, ആ രണ്ട് എൻട്രി ടീക്ക് അടിച്ചു. നോക്കിയാണ് 2 എൻട്രി ടീക്ക് അടിച്ചു. 2 എൻട്രി ടീക്ക് അടിച്ചിട്ട് ഇപ്പോൾ തിരിച്ച് അതേ ഇവിടെ നിന്ന് റിജക്ഷൻ കിട്ടി, ഇവിടെ നേരെ വന്ന് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അവിടെ നിന്ന് എൻട്രി എടുത്ത് അവിടെ നിന്ന് റെസ്പെക്ട് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് ചേരാ ചെയ്തു. അത്രയും ഒരു എന്താ പറയുക, പക്ക എൻട്രീസ് ആണ് നമുക്ക് ഏറെക്കുറെ നമ്മുടെ ഇൻഡിക്കേറ്റർ തരാം. അതല്ലെങ്കിൽ നമുക്ക് ഇതിൽ പല കാര്യങ്ങളും നോക്കി കണ്ടുപിടിച്ച് നമുക്ക് എൻട്രി എടുക്കുകയും ചെയ്യാം. ഇതാണ് നമ്മുടെ മെയിൻ നമ്മുടെ ഇൻഡിക്കേറ്റർ. നമുക്ക് തരുന്നൊരു സൗകര്യം. നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല രീതിയിൽ എൻട്രി ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമുക്ക് അതനുസരിച്ച് എൻട്രി എടുക്കാം. ഇനി ഇപ്പോൾ ഈ എൻട്രി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് ഒരു എൻട്രി എടുക്കും. ഇത്രയും ഗ്യാപ്പ് നോക്കി പോയി FPG വേണ്ടി താഴത്തേക്ക് പോയി. അപ്പോൾ നിങ്ങൾക്ക് FPG തിരിച്ച് മുകളിലോട്ട് മറ്റേ FPG സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് കയറുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഇവിടെ എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ. പക്ഷെ നമ്മുടെ കറക്റ്റ് എവിടെ എടുക്കണം എന്നുള്ള എൻട്രി പോയിന്റ് നമുക്ക് നമ്മുടെ ഇൻഡിക്കേറ്റർ കാണിച്ചു. അതാണ് മെയിനായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് DM ചെയ്താൽ മതി.